മിൻ ടേംസ് ആൻഡ് മാക്സ് ടേംസ്. ബൂളിയൻ എക്സ്പ്രഷൻ എഴുതുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് കൺസെപ്റ്റുകളാണ് ഈ മിൻ ടേമും മാക്സ് ടേമും. അപ്പോൾ ഒരു ബൂളിയൻ എക്സ്പ്രഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ബൂളിയൻ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ബൈനറി വേരിയബിൾസും അതുപോലെ ബൂളിയൻ ഓപ്പറേറ്റേഴ്സും യൂസ് ചെയ്തുകൊണ്ട് എഴുതുന്ന ഒരു എക്സ്പ്രഷനാണ്. അപ്പോൾ ഒരു ബൂളിയൻ എക്സ്പ്രഷനകത്ത് കുറേ ബൈനറി വേരിയബിൾസ് ഉണ്ടാവും. ബൈനറി വേരിയബിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വേരിയബിളിന് നമുക്ക് 0 അല്ലെങ്കിൽ 1 മാത്രമായിരിക്കും വാല്യൂ ആയിട്ട് വരിക. അപ്പോൾ അങ്ങനെയുള്ള കുറേ ബൈനറി വേരിയബിൾസും അതുപോലെ ബൂളിയൻ ഓപ്പറേറ്റേഴ്സും അല്ലെങ്കിൽ ബൂളിയൻ ഓപ്പറേഷൻസും ആണ് ഉണ്ടാവുക. അപ്പോൾ ബൂളിയൻ ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻഡ് ഓപ്പറേഷൻ ഉണ്ട്, ഓർ ഓപ്പറേഷൻ, നോട്ട് ഓപ്പറേഷനൊക്കെയാണ് ബൂളിയൻ ഓപ്പറേഷൻസ് വരിക. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ആൻഡിന് നമ്മൾ ഡോട്ട് എന്നുള്ള ഓപ്പറേറ്ററാണ് യൂസ് ചെയ്യുക, ഓറിന് പ്ലസ് എന്ന് പറഞ്ഞിട്ടൊരു സിമ്പിളാണ് ഓപ്പറേറ്ററായിട്ട് യൂസ് ചെയ്യുക, നോട്ടിന് നമ്മൾ കോംപ്ലിമെൻറ്റ്, അതായത് എ കോംപ്ലിമെൻറ്റ് എന്നിങ്ങനെ എഴുതാം അല്ലെങ്കിൽ ഇങ്ങനെ ഡാഷ് ഇടാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നോട്ട് ഓപ്പറേറ്ററിനെ ഒരു ബൂളിയൻ എക്സ്പ്രഷനകത്ത് എഴുതുക. അപ്പോൾ ഒരു ബൂളിയൻ എക്സ്പ്രഷനിൽ കുറേ ബൈനറി വേരിയബിൾസും ഈ ബൈനറി വേരിയബിൾസ് നമ്മൾ ലിറ്ററൽസും പറയും. അപ്പോൾ കുറേ ലിറ്ററൽസും അതുപോലെ ബൂളിയൻ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ബൂളിയൻ ഓപ്പറേറ്റേഴ്സും ആണ് ഉണ്ടാവുക. അപ്പോൾ ഒരു ബൂളിയൻ എക്സ്പ്രഷൻ എഴുതുമ്പോൾ അവിടെ ഒരു വേരിയബിളിന് നമുക്ക് രണ്ട് രീതിയിൽ ഒരു വേരിയബിൾ അപ്പിയർ ചെയ്യാം ഒരു ബൂളിയൻ എക്സ്പ്രഷനിൽ. ഇപ്പോൾ എ എന്നൊരു വേരിയബിൾ ഉണ്ടെങ്കിൽ അതിങ്ങനെ എ എന്നുള്ള ഫോർമാറ്റിൽ തന്നെ അല്ലെങ്കിൽ എ എന്ന് പറഞ്ഞ ഫോമിൽ തന്നെ അപ്പിയർ ചെയ്യാം. അതിനെ നമ്മൾ നോർമൽ ഫോം എന്നാണ് പറയുക. ഇനി ഇങ്ങനെ അല്ലെങ്കിൽ എ കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫോമിലും അപ്പിയർ ചെയ്യാം. ഇതിനെ നമ്മൾ കോംപ്ലിമെൻറ്റ് ഫോം എന്ന് പറയാം. അപ്പോൾ ഒരു വേരിയബിൾ ഒരു ബൂളിയൻ എക്സ്പ്രഷനകത്ത് ഒന്നുകിൽ നോർമൽ ഫോമിൽ വരാം അല്ലെങ്കിൽ കോംപ്ലിമെൻറ്റ് ഫോമിൽ വരാം. അപ്പോൾ സപ്പോസ് എനിക്ക് രണ്ട് വേരിയബിൾസ് ഉണ്ട്, എ ബി എന്ന് പറഞ്ഞ രണ്ട് വേരിയബിൾസ്. ഈ രണ്ട് വേരിയബിൾസിനെ ഞാനൊരു ആൻഡ് ഓപ്പറേറ്റർ വെച്ചിട്ട് എക്സ്പ്രഷനാക്കാൻ പോകണത് എ ആൻഡ് ബി. അപ്പോൾ ഈ എ ആൻഡ് ബി എന്ന് പറയുന്നതിന് നമുക്ക് പല രീതിയിൽ, അതായത് എയും ബിയും വെച്ചിട്ട് എയും ബി എന്ന് പറഞ്ഞ രണ്ട് വേരിയബിൾസിനെ ഒരു ആൻഡ് ഓപ്പറേറ്റർ വെച്ചിട്ട് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 4 പോസിബിൾ കോമ്പിനേഷൻസ് എഴുതാം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്ക് നമ്മൾ എ എന്ന് എഴുതാം, അല്ലെങ്കിൽ എ കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞ ഫോമിൽ വരാം, അല്ലെങ്കിൽ ബി എന്നുള്ള ഫോമിലോ ബി കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞ ഫോമിലോ വരാം. അപ്പോൾ 4 കോമ്പിനേഷൻസ് പറഞ്ഞാൽ എന്തൊക്കെയാണ്? എ ആൻഡ് ബി വരാം, എ ആൻഡ് ബി കോംപ്ലിമെൻറ്റ് വരാം, എ കോംപ്ലിമെൻറ്റ് ആൻഡ് ബി വരാം, എ കോംപ്ലിമെൻറ്റ് ആൻഡ് ബി കോംപ്ലിമെൻറ്റ് വരാം. അപ്പോൾ ഇങ്ങനെ 4 ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് നമുക്ക് രണ്ട് വേരിയബിൾസ് വെച്ചിട്ട് പോസിബിളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കോമ്പിനേഷൻസിനെയാണ് നമ്മൾ മിൻ ടേംസ് എന്ന് പറയാം. ഇനി ഇതിനൊരു ഓർ ഓപ്പറേറ്റർ വെച്ചിട്ടാണ് കമ്പൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? എ ഓർ ബി എന്നാവാം, അല്ലെങ്കിൽ എ കോംപ്ലിമെൻറ്റ് ഓർ ബി ആവാം, അല്ലെങ്കിൽ എ ഓർ ബി കോംപ്ലിമെൻ്റ് ആവാം, അല്ലെങ്കിൽ എ കോംപ്ലിമെൻറ്റ് ഓർ ബി കോംപ്ലിമെൻ്റ് ആവാം. ഇവിടെ നമുക്ക് 4 കോമ്പിനേഷൻ എഴുതാം. ഈ 4 കോമ്പിനേഷൻസിനെയാണ് നമ്മൾ മാക്സ് ടേം എന്ന് പറയുന്നത്, മാക്സ് ടേംസ്. അപ്പോൾ മിൻ ടേം രണ്ട് വേരിയബിൾ വെച്ചിട്ട് നമുക്ക് 4 മിൻ ടേംസ് കിട്ടി, അതുപോലെ 2 വേരിയബിൾ വെച്ചിട്ട് 4 മാക്സ് ടേംസും കിട്ടി. അപ്പോൾ സപ്പോസ് നമുക്ക് n വേരിയബിൾസ് ഉണ്ടെന്ന് വിചാരിക്കാം. n വേരിയബിൾസ് ഉണ്ടെങ്കിൽ എത്ര മിൻ ടേം എഴുതാം? നമുക്ക് 2n മിൻ ടേംസ് എഴുതാം. എന്തുകൊണ്ടാണ് 2n മിൻ ടേംസ് എഴുതാൻ പറ്റുന്നത്? n വേരിയബിൾസ് വെച്ചിട്ട് നമുക്ക് 2n കോമ്പിനേഷൻസ് എഴുതാം. എങ്ങനെ? ഓരോ വേരിയബിളിനും നോർമൽ ഫോമോ കോംപ്ലിമെൻറ്റഡ് ഫോമോ ഇടുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ 2n കോമ്പിനേഷൻസ് എഴുതാം. നമ്മൾ ബൈനറി നമ്പർ എഴുതിയപ്പോൾ കണ്ടതാണ്. നമുക്ക് n ബിറ്റ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ n ബിറ്റ്സ് വെച്ചിട്ട് 2n ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് എഴുതാമെന്ന് പറഞ്ഞു. അതായത് 0 മുതൽ 2n-1 വരെയുള്ള നമ്പേഴ്സിനെ നമുക്ക് n ബിറ്റ് പൊസിഷൻസ് വെച്ചിട്ട് എഴുതാം. കാരണം ഓരോ ബിറ്റ് പൊസിഷനിലും നമുക്ക് 0 അല്ലെങ്കിൽ 1 എന്ന് പറഞ്ഞ വാല്യൂ വരും. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇവിടെ ഓരോ പൊസിഷനുള്ളതിന് പകരം നമുക്ക് ഓരോ വേരിയബിളിൽ നിന്ന് എടുക്കാം. ഓരോ വേരിയബിളിനും പ്രൈംഡ് അല്ലെങ്കിൽ അൺപ്രൈംഡ്. പ്രൈംഡ് എന്ന് പറഞ്ഞാൽ കോംപ്ലിമെൻറ്റ് ഫോമാണ്, അൺപ്രൈംഡ് എന്ന് പറഞ്ഞാൽ നോർമൽ ഫോമാണ്. അപ്പോൾ ഓരോ വേരിയബിളിനും പ്രൈംഡ് ഫോം അല്ലെങ്കിൽ അൺപ്രൈംഡ് ഫോം വരാം. അങ്ങനെ n വേരിയബിൾസ് വരുമ്പോൾ നമുക്ക് 2n ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് വരും. ഇപ്പോൾ ഈ 2n കോമ്പിനേഷൻസ് എഴുതാനായിട്ട് നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ 0 മുതൽ 2n-1 വരെയുള്ള ബൈനറി നമ്പേഴ്സ് എഴുതും. ഈ ഓരോ ബൈനറി നമ്പറിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള മിൻ ടേം എഴുതും, അല്ലെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാക്സ് ടേം എഴുതും. അപ്പോൾ അതെങ്ങനെയാണ് എഴുതുക എന്നുള്ളത് നമുക്ക് കാണാം. അതിൻ്റെ മുന്നേ ഈ മിൻ ടേമിൻ്റെ മാക്സ് ടേമിൻ്റെ ഡെഫിനിഷൻ എന്താണെന്നൊന്ന് കാണാം. So a min term of n variables is a product of the variables in which each variable appears exactly once in normal or complemented form. അതായത് മിൻ ടേം എന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റ് ടേമാണ്. പ്രോഡക്റ്റ് ടേം എന്ന് പറഞ്ഞാൽ ആൻഡ് ടേം, അതായത് ആൻഡ് എന്ന് പറഞ്ഞാൽ ലോജിക്കൽ മൾട്ടിപ്ലിക്കേഷൻ ആണല്ലോ. മൾട്ടിപ്ലിക്കേഷൻ വെച്ചിട്ടുള്ള ടേമിനെയാണ് നമ്മൾ പ്രോഡക്റ്റ് ടേം എന്ന് പറയാം. ഇപ്പോൾ
മിൻ ടേം എന്ന് പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് ടേമാണ്. അപ്പോൾ മിൻ ടേം ഓഫ് n വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ ആ n വേരിയബിൾസും എക്സാക്ട്ലി വൺസ് അപ്പിയർ ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ടേം ആയിരിക്കും. എക്സാക്ട്ലി വൺസ് എന്ന് പറയുമ്പോൾ ആ ഒരു വേരിയബിൾ നോർമൽ ഫോമിലോ കോംപ്ലിമെൻറ്റഡ് ഫോമിലോ ആയിട്ടായിരിക്കാം അതിനകത്ത് വരുന്നത്. ഒന്നുകിൽ നോർമൽ ഫോം അല്ലെങ്കിൽ കോംപ്ലിമെൻറ്റഡ് ഫോമിൽ എക്സാക്ട്ലി വൺസ് അപ്പിയർ ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ടേമാണ് മിൻ ടേം എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ എനിക്കിപ്പോൾ 4 വേരിയബിൾസ് ഉണ്ട്, എ ബി സി ഡി. അപ്പോൾ ഇതിൻ്റെ പ്രോഡക്റ്റ് ടേം എന്ന് പറഞ്ഞാൽ എ ഡോട്ട് ബി ഡോട്ട് സി ഡോട്ട് ഡി. ഇതാണ് ഒരു പ്രോഡക്റ്റ് ടേം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ എല്ലാം നോർമൽ ഫോമിലാണ് വന്നത്. അപ്പോൾ ഇതൊരു 4 വേരിയബിൾസ് വെച്ചിട്ടുള്ള മിൻ ടേം ആണ്. ഇനിയിപ്പോൾ എ ഡോട്ട് ബി കോംപ്ലിമെൻറ്റ് ഡോട്ട് സി ഡോട്ട് ഡി കോംപ്ലിമെൻറ്റ് എന്ന് എഴുതി. ഇവിടെയും 4 വേരിയബിളും എക്സാക്ട്ലി വൺസ് വരുന്നുണ്ട്. ബിയും ഡിയും കോംപ്ലിമെൻറ്റഡ് ഫോമിലും എയും സിയും നോർമൽ ഫോമിലും വന്നു. അപ്പോൾ ഇതും ഒരു മിൻ ടേം ആണ്. അപ്പോൾ മിൻ ടേം എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇതേപോലെ തന്നെയാണ് മാക്സ് ടേം, ഒരൊറ്റ ഡിഫറൻസേ ഉള്ളൂ, ഇതൊരു സം ടേം ആണ്. അപ്പോൾ ഈ മാക്സ് ടേം ഓഫ് n വേരിയബിൾസ് ഇസ് സം ഓഫ് ദി വേരിയബിൾസ് ഇൻ വിച്ച് ഈച്ച് വേരിയബിൾ അപ്പിയേഴ്സ് എക്സാക്ട്ലി വൺസ് ഇൻ നോർമൽ ഓർ കോംപ്ലിമെൻറ്റഡ് ഫോം. ഇതിപ്പോൾ 3 വേരിയബിൾസ് എടുക്കണമെന്നുണ്ടെങ്കിൽ എ പ്ലസ് ബി പ്ലസ് സി കോംപ്ലിമെൻറ്റ് എന്ന് എഴുതിയാൽ അതൊരു മാക്സ് ടേം ആണ്. ദെൻ എ കോംപ്ലിമെൻറ്റ് പ്ലസ് ബി പ്ലസ് സി കോംപ്ലിമെൻറ്റ്, ഇതൊരു മാക്സ് ടേം ആണ്. അതായത് n വേരിയബിൾസും ആ എക്സ്പ്രഷനകത്ത് ആ ടേമിനകത്ത് നിർബന്ധമായിട്ടും വന്നിരിക്കണം ഒരൊറ്റ തവണ നോർമൽ ഫോമിൽ അല്ലെങ്കിൽ കോംപ്ലിമെൻറ്റഡ് ഫോമിൽ. അങ്ങനെയാണെങ്കിൽ അതിനൊരു മാക്സ് ടേം എന്ന് പറയും. പിന്നെ നമുക്ക് മിൻ ടേമും മാക്സ് ടേമും എങ്ങനെ എഴുതാൻ നോക്കാം. ഞാനിവിടെ 3 വേരിയബിൾസാണ് എടുത്തത്, എ ബി സി എന്ന് പറഞ്ഞ 3 വേരിയബിൾസ്. അപ്പോൾ ഈ 3 വേരിയബിൾസിൻ്റെ പോസിബിൾ കോമ്പിനേഷൻസാണ് നമുക്ക് എഴുതേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 ബിറ്റ്സ് വെച്ചിട്ടുള്ള എല്ലാ ബൈനറി നമ്പേഴ്സും എഴുതും. 3 ബിറ്റ് വെച്ചിട്ട് നമുക്ക് 0 മുതൽ 7 വരെയുള്ള ബൈനറി നമ്പേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ അത് ഓർഡറിൽ എഴുതാൻ പോവാണ്. 0 0 0. അപ്പോൾ 3 ബിറ്റ് വെച്ചിട്ടുള്ള എല്ലാ ബൈനറി നമ്പേഴ്സും എഴുതി. അപ്പോൾ ഇവിടെ ഇങ്ങനെ എഴുതി അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ എ എന്ന് പറഞ്ഞത് ഒരു ബൈനറി വേരിയബിളാണ്. എക്ക് 0 എന്നുള്ള വാല്യൂ വരാം, 1 എന്നുള്ള വാല്യൂ വരാം, ഒരു ബൂളിയൻ ഫംഗ്ഷൻ നമ്മൾ എഴുതുന്ന സമയത്ത്. അപ്പോൾ എക്ക് വരാവുന്ന എല്ലാ വാല്യൂസും ബിക്ക് വരാവുന്നതും സിക്ക് വരാവുന്നതിൻ്റെ എല്ലാ കോമ്പിനേഷനുമാണ് നമ്മളിവിടെ എഴുതിയത്. ഇനി നമുക്ക് ഇതിൻ്റെ മിൻ ടേംസും മാക്സ് ടേംസും എങ്ങനെ എഴുതുമെന്ന് നോക്കാം. അപ്പോൾ മിൻ ടേം എഴുതുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബൂളിയൻ വേരിയബിളിൽ എവിടേക്കാണോ 0 വരുന്നത് നോക്കുക. ഇത് നമ്മളിപ്പോൾ കുറച്ച് ബൈനറി വാല്യൂസ് എഴുതിയില്ലേ, ബൈനറി വാല്യൂവിൽ 0 വരുന്ന സ്ഥലങ്ങളിലൊക്കെ അതിൻ്റെ കറസ്പോണ്ടിങ് ബൂളിയൻ വേരിയബിളിനെ കോംപ്ലിമെൻറ്റഡ് ഫോമിൽ എഴുതുക. 1 വരുന്ന സ്ഥലത്ത് നോർമൽ ഫോമിൽ എഴുതുക. അപ്പോൾ ഇവിടെ നോക്കുക 0 0 0 ആണ് വന്നത്. എയും ബിയും സിയും 0 ആണ്. അപ്പോൾ എക്കും ബിക്കും സിക്കും കോംപ്ലിമെൻറ്റഡ് ഫോമാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. എ കോംപ്ലിമെൻറ്റ് ഡോട്ട് ബി കോംപ്ലിമെൻറ്റ് ഡോട്ട് സി കോംപ്ലിമെൻറ്റ്. ഇവിടെ ഡോട്ട് ഇടാൻ കാരണം നമ്മൾ മിൻ ടേം ആണ് എഴുതുന്നത്, അത് പ്രോഡക്റ്റ് ടേം ആണ്. ഇനി ഇവിടെ നോക്കുക, ഇവിടെ എയും ബിയും 0 ആണ് വന്നത്, സി എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ എയും ബിയും കോംപ്ലിമെൻറ്റഡ് ഫോമിൽ എഴുതുക, സി എന്ന് പറയുന്നത് നോർമൽ ഫോമിൽ എഴുതുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യണം. ഇപ്പോൾ എല്ലാ മിൻ ടേംസും നമ്മൾ എഴുതി കഴിഞ്ഞു. ഇപ്പോൾ ലാസ്റ്റ് മിൻ ടേം 1 1 1 എന്ന് പറഞ്ഞാൽ എ ബി സി. ദെൻ മാക്സ് ടേംസ്. മാക്സ് ടേംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർ ഓപ്പറേറ്റർ വെച്ചിട്ടാണ് നമ്മളൊരു മാക്സ് ടേം എഴുതുക. ഇവിടെ ബൈനറി വാല്യൂസിൽ 0 വരുന്ന സ്ഥലങ്ങളിലെല്ലാം നോർമൽ ഫോമും 1 വരുന്ന സ്ഥലങ്ങളിലെല്ലാം ആ വേരിയബിളിൻ്റെ അതിൻ്റെ കറസ്പോണ്ടിങ് വേരിയബിളിൻ്റെ കോംപ്ലിമെൻറ്റഡ് ഫോമും വെച്ചിട്ടാണ് നമ്മളൊരു മാക്സ് ടേം എഴുതുക. അതായത് ഇപ്പോൾ ഫസ്റ്റ് മാക്സ് ടേം എന്ന് പറഞ്ഞാൽ ഇവിടെ 3ഉം 0 ആണ്. അപ്പോൾ 3ഉം നോർമൽ ഫോമിലാണ് എഴുതേണ്ടത്, എ പ്ലസ് ബി പ്ലസ് സി. അടുത്തത് എയും ബിയും 0 ആണ്, സി 1 ആണ്. അപ്പോൾ സി മാത്രം കോംപ്ലിമെൻറ്റഡ് ഫോം, എ പ്ലസ് ബി പ്ലസ് സി കോംപ്ലിമെൻറ്റ്. ഇങ്ങനെ നമുക്ക് ഇതാണ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ എല്ലാ മാക്സ് ടേംസും എഴുതി. പിന്നെ നോക്കുക ഈ മിൻ ടേമും മാക്സ് ടേമും എങ്ങനെയാണ് റിലേഷൻ എന്ന്. ഓരോ മിൻ ടേമിൻ്റെയും കോംപ്ലിമെൻ്റാണ് അതിൻ്റെ കറസ്പോണ്ടിങ് മാക്സ് ടേം എന്ന് പറയുന്നത്. അതായത് എ കോംപ്ലിമെൻറ്റ് ഡോട്ട് ബി കോംപ്ലിമെൻറ്റ് ഡോട്ട് സി കോംപ്ലിമെൻറ്റ്. അതിനെ കോംപ്ലിമെൻറ്റ് ചെയ്താൽ നമുക്ക് എ പ്ലസ് ബി പ്ലസ് സി ആണ് കിട്ടുക. നിങ്ങൾ നേരെ ഡിമോർഗൻസ് ലോ അപ്ലൈ ചെയ്താൽ നമുക്ക് ഇത് കിട്ടും. അപ്പോൾ ഓരോ മിൻ ടേമിൻ്റെയും കോംപ്ലിമെൻ്റാണ് അതിൻ്റെ കറസ്പോണ്ടിങ് മാക്സ് ടേം എന്ന് പറഞ്ഞാൽ. ഇനി മിൻ ടേമിന് മാക്സ് ടേമിന് എങ്ങനെയാണ് ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്? ഡെസിഗ്നേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഓരോ മിൻ ടേമിനും ഓരോ മാക്സ് ടേമിനും നമ്മളൊരു ഡെസിഗ്നേഷൻ കൊടുത്തിട്ടുണ്ട്. മിൻ ടേംസിനെ ഡെസിഗ്നേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്മോൾ ലെറ്റർ എമ്മും മാക്സ് ടേംസിനെ ഡെസിഗ്നേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാപിറ്റൽ എമ്മും ആണ് യൂസ് ചെയ്യുക. അപ്പോൾ മിൻ ടേമിനെ നമ്മൾ M0 M1 M2 അങ്ങനെയാണ് ഡെസിഗ്നേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ഓരോ എമ്മിൻ്റെ കൂടെയുള്ള സബ്സ്ക്രിപ്റ്റ് നോക്കുക. 0 മുതൽ 7 വരെയുള്ള സബ്സ്ക്രിപ്റ്റുകൾ വന്നിട്ടുണ്ട്. ആ സബ്സ്ക്രിപ്റ്റിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാനിവിടെ M3 എന്ന് എഴുതിയിട്ടുണ്ട്. M3 എന്ന് പറഞ്ഞാൽ
ഈ മിൻ ടേം ഏത് ബൈനറി നമ്പറിനെയാണോ ഡെസിഗ്നേറ്റ് ചെയ്യണത് ആ ബൈനറിയുടെ ഡെസിമൽ ഇക്വലൻ്റ് ആണ് നമ്മളിവിടെ എഴുതിയത്. അതായത് ഈ മിൻ ടേം ഡെസിഗ്നേറ്റ് ചെയ്യേണ്ടത് 001 എന്ന് പറഞ്ഞ ബൈനറി നമ്പറിനെയാണ്. 011 എന്ന് പറഞ്ഞ ബൈനറി നമ്പറിനെയാണ്. 011 എന്ന് പറഞ്ഞാൽ എന്താണ്? 011 എന്ന് പറഞ്ഞാൽ ബൈനറി നമ്പർ എന്ന് പറഞ്ഞാൽ ഡെസിമൽ 3 ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ M3 എന്ന് എഴുതിയത്. ഇപ്പോൾ ഇവിടെ വന്നാൽ ഈ മിൻ ടേം ഡെസിഗ്നേറ്റ് ചെയ്യേണ്ടത് 111 എന്ന് പറഞ്ഞ ബൈനറി നമ്പറിനെയാണ്. 111 എന്ന് പറഞ്ഞാൽ ഡെസിമൽ 7 ആണ്. 111 എന്ന് പറഞ്ഞ ബൈനറി നമ്പർ ഡെസിമൽ 7 ഇക്വലൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളുടെ M7 എഴുതിയത്. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഇപ്പോൾ A.B.C കോംപ്ലിമെൻറ്റ് എന്ന് എഴുതേണ്ടി വന്നാൽ ആ സ്ഥലത്ത് അത് എഴുതുന്നതിന് പകരം നമുക്കതിനെ M6 എന്ന് പറഞ്ഞാലും മതി. ഇനി മാക്സ് ടേം, ഈ മിൻ ടേമിനെ എങ്ങനെയാണോ ഡെസിഗ്നേറ്റ് ചെയ്ത് അതേപോലെ തന്നെയാണ് ക്യാപിറ്റൽ ലെറ്റർ ആണ് എഴുതാമെന്ന് മാത്രം. ഇപ്പോൾ ഇവിടെ M0 മുതൽ N7 വരെയുള്ള മിൻ ടേംസും മാക്സ് ടേംസും വന്നു. കാരണം ഇവിടെ നമ്മൾ 3 വേരിയബിൾസ് ആയിരുന്നു എടുത്തത്. അപ്പോൾ 2⁻³ -1 വരെയാണ് ഡെസിഗ്നേഷൻസ് വന്നത്. അപ്പോൾ ഇനി നമ്മൾ 4 വേരിയബിൾസ് എടുത്തിരുന്നു എന്നുണ്ടെങ്കിൽ 2⁴ -1 വരെ ആയിരിക്കും ഡെസിഗ്നേഷൻ വരിക. അതായത് M0 മുതൽ M15 വരെ ആയിരിക്കും 4 വേരിയബിൾ എടുക്കുകയാണെങ്കിൽ വരിക. അപ്പോൾ എന്തിനാണ് നമ്മൾ ഈ മിൻ ടേംസും മാക്സ് ടേംസും ഒക്കെ എഴുതുന്നത്? ഇതിൻ്റെ യൂസ് വരെ എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ബൂളിയൻ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, ഫംഗ്ഷൻ്റെ ട്രൂത്ത് ടേബിൾ തന്നിട്ടുണ്ട്, അതിൻ്റെ ബൂളിയൻ എക്സ്പ്രഷൻ എഴുതണം. അതിൻ്റെ ബൂളിയൻ എക്സ്പ്രഷൻ എഴുതണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകിൽ മിൻ ടേംസ് വെച്ച് എഴുതാം, മാക്സ് ടേംസ് വെച്ചിട്ട് എഴുതാം. അപ്പോൾ അങ്ങനെ മിൻ ടേംസോ അല്ലെങ്കിൽ മാക്സ് ടേംസോ വെച്ചിട്ട് നമ്മൾ എഴുതുന്ന ബൂളിയൻ എക്സ്പ്രഷനെ നമ്മൾ കാനോനിക്കൽ ഫോം ഓഫ് ബൂളിയൻ എക്സ്പ്രഷൻ എന്നാണ് പറയുക. അപ്പോൾ ഈ കാനോനിക്കൽ ഫോമായിട്ട് ഒരു ബൂളിയൻ ഫംഗ്ഷനെ ഒക്കെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മിൻ ടേംസും മാക്സ് ടേംസും യൂസ് ചെയ്യുന്നത്. അപ്പോൾ കാനോനിക്കൽ ഫോം എന്താണെന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം.